ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ബിക്കോസ് രാവിലെ ആ ഷോയ്ക്ക് വന്നു, നിങ്ങളൊക്കെ സിനിമ കണ്ടു. പേഴ്സണലി കുറേ പേര് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഈ സിനിമ ഒരു വിജയമാക്കി തരാൻ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പറയുന്നതാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതൊരു ചെറിയ സിനിമയാണ്. ചെറിയ സിനിമ ഒരുപാട് പേർക്ക് കാണണമെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു പ്രൊമോഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തന്ന സപ്പോർട്ട് ഇനി വരും ദിവസങ്ങളിൽ തന്നാൽ ഒരു ലോങ് ടൈം ഈ സിനിമയ്ക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളവരെ ചോദ്യം ചോദിച്ചു തുടങ്ങണോ അതോ ഇപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന പിറവം സ്വദേശികൾ അതൊരു സിനിമാറ്റിക് ആണ്. മിഷേലിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വിയിൽ ഉണ്ടാകുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും പോയി ഡെസ്കിലിരുന്നും കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷ് പറഞ്ഞ അഭിലാഷിന്റെ ഒരു തൻ്റെ ഇടമാണ് ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ സിനിമ കണ്ടിരിക്കും കേരള പോലീസ് അന്വേഷിച്ചെന്നും കണ്ടെത്താത്ത ഒരു കേസായിരുന്നു അഭയ കേസ്. അഭയ കേസ് പിന്നീട് CBI ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. അതുപോലെയാണ് മിഷേലിന്റെ കേസിന് വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം കയറി നടക്കുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയെന്ന് പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല. അപ്പോൾ ആ മിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവരിലേക്കാണ് ഈ കേസ്, അന്ന് മിഷേലിന്റെ കേസ് വിരൽ ചൂണ്ടിയത്. ഇപ്പൊ അതൊരു സിനിമാറ്റിക് രൂപേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെ മിഷേലിന്റെ കുടുംബത്തിന് നീതി വേണം. ആ പയ്യനുണ്ടാവുന്ന ഒരു പ്രശ്നം, അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതിൽ വളരെ മോശമായ നിലയിലും ചിത്രീകരിക്കുന്നുണ്ട്. കേരള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്? രണ്ട് ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മൾ മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് കിടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്നവര് പബ്ലിക് പുറത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ ആ ഉദ്ദേശത്തിൽ കേസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായിട്ട് വെച്ചേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മിഷേലിന്റെ കേസിൽ ആ ഫാമിലി, ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം എന്നുള്ള റിയൽ ഇൻസിഡൻസ് വരുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചേക്കല്ല. കേരള പോലീസിന് അങ്ങനെയാണ് ഇതിന്റെ സൈജു ഗ്രൂപ്പിന്റെ കഥാപാത്രം ത്രൂഔട്ട് സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ. അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷന്റെ രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാർ ചെയ്ത കഥാപാത്രം അജു ചേട്ടൻ. അപ്പൊ അത് കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡന്റിലെ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിന്റെ പേരൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രിയിൽ പ്രോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും മഞ്ചേരി സെൻട്രൽ സ്റ്റേഷനിൽ എത്തും എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഭാവനയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ചോദിക്കരുത്. ആദ്യം തുടക്കത്തിൽ മിഷേൽ അച്ഛനും അമ്മയുടെയും കഥകൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഉണ്ടാകാനിപ്പോൾ എനിക്കറിയാം, ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പണിഷ്മെന്റ് വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയും അവിടെ ഒരു കാമുകനാണ് എനിക്ക് ക്ലൈമാക്സിലേക്ക് പോകാൻ പറ്റില്ല, കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമ കണ്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര ഉള്ളപ്പോൾ ആ സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷിന്. ഞാനൊന്ന് ഇടപെട്ടോടെ എതിർക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കടക്കാം. പക്ഷെ ഈ സിനിമ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട ഒരു സിനിമ, ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയില്ല. ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ, പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന,
അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും. ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ, അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അങ്ങനെ ആണെങ്കിലല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആരുടെ കഥ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ സിനിമയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നീട്. സിനിമയിൽ തന്നെ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു, ഒരാളെ അതായത് അന്വേഷിക്കുന്ന ഇതേപോലെ ഒരുപാട് വരുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ. എനിക്കത് ഫാക്റ്റാണ്. ശരിക്കും നിയമവ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്ന സമയമായിട്ട് നിയമത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നുന്നു. അല്ല, അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ട ഇരകൾ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ 10 വർഷവും അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആയ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇപ്പൊ ഇതിനകത്ത് അജു പറയുന്ന ഒരു ഡയലോഗാണത്, അജുവിടെ പറയുന്ന ഡയലോഗാണത്, നീ ഒരു മെറിന് വേണ്ടി ഇറങ്ങി, ഇതുപോലത്തെ ആയിരക്കണക്കിന് മെറിന്മാര് നമ്മുടെ റെക്കോർഡ്സിലുണ്ടെന്ന് പറയുന്നത് ഫാക്റ്റാണ്. അത് കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ്. ഒരിക്കലും അല്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും കൈഡിയിട്ടുള്ള ഡയലോഗ് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയല്ല, കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോഴ്സാണ് കേരള പോലീസ്. ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിനെ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ഡയലോഗ്സ് വെച്ചിരിക്കുന്നത്. കോട്ടയത്തെ ആനന്ദ് തിയേറ്ററും തിരുവനന്തപുരത്തെ ശ്രീബാല തിയേറ്ററും കുട്ടിക്കാലം തൊട്ട് എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. ഞാൻ സിനിമ പ്രേമിയാണ്. എങ്ങനെയാണ് ഈ ടൈറ്റിൽ വന്ന വഴി ആനന്ദ് ശ്രീബാല? ആ ടൈറ്റിൽ ഇന്നൊരു നല്ല ചോദ്യം കിട്ടി. ആനന്ദ് ശ്രീബാല ടൈറ്റിൽ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ 2 പേരുകളാണ്. അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീബാല എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ്. അപ്പം ഈ 2 പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ്. അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി. പിന്നെ അതിനകത്ത് വെച്ചാൽ മറ്റൊരു വെച്ചാൽ കാമുകിയുടെ പേരും ശ്രീബാല തന്നെ വെച്ചു. ആ പേരിനോട് അർജുന്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത്. എന്തായാലും താങ്ക്സ് അല്ല അങ്ങനെ ചോദിച്ചത് 2 തിയേറ്ററിന് വെച്ചിട്ട്. ഇതിന് ഏതെങ്കിലും ഘട്ടത്തിൽ അവര് പാരന്റ്സായിട്ട് സംസാരിച്ചിരുന്നു? മിഷേലിന്റെ പാരന്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അല്ല, ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മിഷേലിന്റെ കേസ് മാത്രമല്ല, വേറെ 2 കേസ് ഇപ്പൊ റിവീൽ ചെയ്യുന്നതിലൂടെ 2 കേസിലുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തായിരുന്നു. പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഇതിനൊരു പരിധി വരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പത്രങ്ങളിലും നിങ്ങൾ മീഡിയ ത്രൂ കേട്ട കുറേ കാര്യങ്ങളില്ല. ഹൈദരാബാദിലൊക്കെ ആ കേസിന്റെ പുറകെ എനിക്ക് കുറേ നാളുണ്ടായിരുന്നു റിപ്പോർട്ടുകളുള്ള സമയത്ത്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അമ്മ മകൻ ഒരു ബന്ധം വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത്. അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോഴും തെളിഞ്ഞത്? ഞാൻ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ കുറേ പടങ്ങൾ എനിക്ക് അമ്മ റോളിൽ ചോദിച്ചു. ഇപ്പോഴല്ല, ഒരു 10 കൊല്ലത്തിന് മുമ്പ് തന്നെ. അപ്പൊ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി. അപ്പം അത് മാത്രമല്ല, ഈ ടൈറ്റിൽ റോൾ ഓക്കെ, അതുകൂടിയല്ല, ഇതിൻ്റെ ഈ ഒരു ഇതുവരെ ഞാൻ വേറെ പടങ്ങളിൽ കാണാത്തൊരു എസൻസ് ഉണ്ടല്ലോ എൻ്റെ പ്രസൻസ്. അപ്പം അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അല്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്ട് ആയി. അപ്പം ഐ തിങ്ക് ഐ ടുക്ക് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെയായിരുന്നു. ഇത്തരം കേസുകളൊക്കെ ഒത്തിരി ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരം ഇരകൾ ഒത്തിരി കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സിനിമ അതിനൊരു അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ക്രൈം ഫയൽ എന്നൊരു പടം ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഫീലുണ്ട് ഹാർട്ടിൽ. അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഇതായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്.
അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് നറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതും അങ്ങനെയായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോൾ ഇപ്പം ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മേ ബി ക്രിയേറ്റ് ഓഡിയോ ലോഞ്ചിന്റെ എനിക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വലിയ മാർക്കറ്റ് ഇല്ലാത്തൊരു നടനാണ്, അതെന്നെ വെച്ചിട്ട് വീണ്ടും ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞ വലിയ റിസ്ക്കുള്ള ലെവലുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. മാർക്കറ്റ് ഇല്ല എന്നല്ല പറഞ്ഞ, എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത്. അപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തു വന്ന പടങ്ങൾ നോക്കുമ്പോൾ ഞാൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, ആൻഡ്രൂ ചേട്ടൻ, വേണു സാർ, ഇവർ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ വലിയ വലിയ പടങ്ങൾ ആൾക്കാരാണ്. ഇപ്പോൾ ഇത് അഭിലാഷേട്ടൻ പറഞ്ഞ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടം. കാരണം ഞാൻ ടൈറ്റിലൂടെ വരുന്ന ആദ്യത്തെ പടം. പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ക്യാരക്ടറായിട്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം ഉണ്ട്. എന്നെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്. അപ്പം ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ. ഇപ്പം എനിക്ക് വലിയ പ്രതീക്ഷയുള്ള പടമായിരുന്നു. അപ്പം ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു പറഞ്ഞു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവസാനത്തെ സീക്വൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ടച്ച് ആയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷോ 2 ഷോത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഷോസ് കഴിഞ്ഞു ഞാനൊരു 3 ദിവസമായി കഴിയുമ്പോഴേ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിന്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി. ചേട്ടൻ ചെയ്തേക്കുന്ന നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും അത് റിട്ടേൺ ചെയ്തേക്കണം. അപ്പോൾ അതിനകത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഹൊറർ ബേസ്ഡ് സസ്പെൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ചേട്ടാ ജോണർ അങ്ങനത്തെ എടുക്കുന്നത്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ത്രില്ലർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലേഴ്സ് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ത്രില്ലർ സിനിമകൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഈ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കഥകളും റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട്. കാരണം ഇതിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാന്നുള്ളത്. അപ്പോൾ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന് തോന്നി ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ആളുകളും പോസിറ്റീവ് പറഞ്ഞു. പിന്നെ വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് അത് കണക്ട് ആവുന്നു, പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആവുന്നു, ആർട്ടിസ്റ്റിന് ഓക്കെ ആവുന്നു. അങ്ങനെയാണ് അത് ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് ആനശ്രീബാലൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്വൽ എഴുതാൻ പോലും തോന്നുന്ന, ഒരു പാർട്ട് 2 എഴുതാൻ പോലും തോന്നുന്ന ഒരു കാരണം ഈ അമ്മ മകൻ എന്ന് പറഞ്ഞ് ഇനിയും ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്താം. ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഇനിയും പല കേസുകളിലും ഇൻവോൾവ് ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആനന്ദ്. അതേ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു കഥയാണ് ആനന്ദ് ശ്രീബാലൻ. ആ കഥാപാത്രങ്ങളാണ് രജിസ്റ്റേർഡ്, ആനന്ദും ശ്രീബാലയും. അപ്പം 2 ശ്രീബാലയും രജിസ്റ്റേർഡ്. അപ്പം ഇനി അത് ഈഗോ വരണ്ടെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളിൽ അതിൽ ഇപ്പോൾ ഒരു ചാനലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും വേണേ അടുത്തൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം വിഷ്ണു ഒക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ടിൽ പ്ലാൻ ചെയ്യും. അല്ല, ഈ സിനിമാറ്റിക്കിലാണല്ലോ, ഈ സിനിമ ലോകത്താണല്ലോ ഈ ഒരു സാധാരണക്കാരന് ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട്, മീൻസ് പോലീസ് ഉണ്ടായിട്ടും ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെട്ട്, അത് റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും? അങ്ങനെ ഒരു സാധാരണക്കാരന് ഇടപെടാൻ പറ്റുമോ? അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇടപെടുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സംഭവമില്ല. നിങ്ങൾ സാധാരണക്കാരല്ലേ, അത് തന്നെ ആലോചിച്ചാൽ പോരെ. നിങ്ങൾ എത്രയോ കേസുകളുടെ പുറകെ പോയി നിങ്ങൾ കേസിന്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാർ ചെയ്യുന്ന പ്രോസസ്സിനല്ല. നമുക്കതിന് ഒറ്റ വ്യത്യാസം, നമുക്ക് പവറില്ല, ചില കാര്യങ്ങൾ എടുക്കാനുള്ള പവർ നമുക്ക് കാണത്തില്ല. പക്ഷെ എങ്കിലും എത്രയോ കേസുകൾ സാധാരണക്കാർ ഇൻവോൾവ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എത്രയോ കേസുകളിൽ ജേർണലിസ്റ്റുകൾ കേസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ സിനിമയിൽ എപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സിനിമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തിലാണ് അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇതിനകത്ത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം സബ്ജക്റ്റുകൾ തന്നെ വളരെ കുറവാണ്. നമുക്ക് കുറേ സിനിമകൾ എടുത്തു നോക്കിയാൽ ഫാമിലി സബ്ജക്റ്റ് അങ്ങനെ കഥകൾ കുറവാണ്. പക്ഷെ ഇത് ഒരു പോലീസിന്റെ ഒരു ജീവിത യാത്രകളെ പറയുന്നത്. അമ്മ പോലീസായിരുന്നു, മകന്റെ മുമ്പിൽ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പോകും. പക്ഷെ ആ ഒരു ഇമോഷൻ എങ്ങനെയാണ് ആ എഴുതുമ്പോൾ ഉണ്ടായത്? അല്ല, അമ്മ ഇമോഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സിനിമകളിൽ ഇമോഷൻസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ആളല്ല. ഇപ്പോൾ മാളിയപ്പുറം ആണെങ്കിലും 10ാം വളമാണെങ്കിലും കടാവറാണെങ്കിലും ഒക്കെ ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്.
അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതിന് മുന്നേ എൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന് മുകളിൽ വില കൊടുക്കുന്ന എൻ്റെ അമ്മയ്ക്കാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിൻ്റെ ശ്രീബാലൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് അമ്മ ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്റ്റ് ആവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാൽ ഈ അമ്മയും മകനും അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് സംഗീതിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്തപ്പോൾ അത് കുറെ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ശരിക്കും ചേട്ടാ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അമ്മ മകൻ ഇങ്ങനെ ഇമോഷണലി കേട്ട് അത് കൃത്യമായി വിഷ്ണു വിഷ്വലൈസ് ചെയ്യിക്കുകയും ചെയ്യും. അതായത് അഭിലാഷ് ഈ കഥ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്രൈം ത്രില്ലറാണ്, പക്ഷെ അതിനൊരു ഇമോഷണൽ ഒരു ലെയർ ഉണ്ട്. അപ്പം ആ ലെയർ ഭയങ്കര ഒരു തിൻ ലൈനാണ്. നമ്മളത് കുറച്ച് കൂടിപ്പോയാൽ അത് കഥയെ ബാധിക്കും, താന്നു പോയാൽ അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പൊ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കാസ്റ്റിംഗ് എത്തിയത്. അപ്പൊ അർജുന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർജുന് ബാലൻസ്ഡ് ആയിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക്. ഒരിക്കലും അത് കറക്റ്റ് ആ ഒരു മീറ്ററിൽ കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാരക്ടറിൽ അങ്ങനെയാണ്. സംഗീത ചേച്ചിയും അങ്ങനെ ഒരു ആക്ടറാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു മെഷർമെന്റിൽ ആ പെർഫോമൻസസ് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ വേറെ രണ്ട് ആക്ടേഴ്സിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നുകിൽ കയറി പോവാം, അല്ലെങ്കിൽ താന്നു പോവാം. അപ്പം ആ ഒരു ചിന്ത ഞങ്ങൾ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷനിലേക്ക് എത്തുന്നത്. അതിപ്പോൾ സൈജു ചേട്ടന്റെ കഥാപാത്രമാണെങ്കിൽ സൈജു കുറുപ്പ് ഈ കഥാപാത്രം ഇതിനകത്ത് ചെയ്ത കഥാപാത്രം എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളൊരു ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലും മുകളിലുള്ള ഒരു ആക്ടറിലോട്ടോ താഴെയുള്ള ഒരു ആക്ടറിലോട്ടോ പോകാൻ വരുന്നത്. അപ്പം ഇതെല്ലാം ഈ ഡിസിഷൻസ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ സിനിമ ആ ഒരു ഫ്ലോയിൽ പോകണം. ഒരു സമയത്ത് പോലും ഈ ഇമോഷണൽ ലെയറും ഇൻവെസ്റ്റിഗേഷൻ ലെയറും ഒരു ക്ലാഷ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ അപർണയിലേക്ക് എത്തിയത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഥയാണ്. അപ്പം ഇങ്ങനൊരു കഥ എന്നാലും റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അഥവാ ഇത് കണ്ട് ഒരു ചർച്ചയായി ഒരു പുനരന്വേഷണം വരികയോ അല്ലെങ്കിൽ നീതി അറിയിക്കേണ്ടത് എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണോ? അത് ചാൻസ് ഒന്നും വരുന്നുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേസിന്റെ റീഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. കോർട്ടിൽ എന്തുമാണ് ഇപ്പൊ കേസ് ഇരിക്കുന്നത് അത് അറിയില്ല. സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പബ്ലിക്കിലും ഗവൺമെന്റിലും ഒക്കെ. അപ്പം ഈ സിനിമ നാളെ ഇനി ഇതുപോലത്തെ കേസുകൾ സംഭവിക്കാതിരിക്കാൻ ഗുണം ചെയ്യട്ടെ, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുവേണ്ടി ചെയ്ത സിനിമയല്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുള്ള ഫ്ലേവേഴ്സ് ആണ് ശ്രീബാല ചെയ്തിരിക്കുന്നത്. ഇതും കൊണ്ട് നാളെ ആരെങ്കിലും കുറ്റം ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, അത് അവന്റെ കാര്യം പറയാൻ വേണ്ടിയോടെ വന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം രഞ്ജൻ പറയും. കാരണം എനിക്ക് രഞ്ജന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ഈ സിനിമേനെ ഓക്കെ ത്രില്ലർ ഏരിയ എനിക്കറിയാം, വിഷ്ണു അത് ഇവരിന്ന് വർക്ക് ചെയ്ത് ഭയങ്കര. പക്ഷെ ഈ അമ്മ മകൻ ഇമോഷൻസ് പ്ലേ ചെയ്യുമ്പോൾ കണ്ണ് നിറയിപ്പിക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യത്തുമില്ല. ചില ആളുകൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി ആ കാര്യത്തിൽ രഞ്ജിൻ രാജ് എടുത്ത ഒരു എഫോർട്ട് മാളിപ്പുറത്തിൽ നങ്ങേരിപ്പൂവിന് കിട്ടിയ പോലെ തന്നെയാണ് മന്ദാരമലർ എന്നുള്ള സോങ്ങിൽ ഇന്ന് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു. അവസാന ഷോട്ട് കണ്ടാൽ തിയേറ്ററിൽ കണ്ണു നിറയുന്നത് അതിന്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിനാണ്. അപ്പം ഈ ഒരു വേദിയിൽ ഞാൻ രഞ്ജിന്റെ ഞങ്ങൾ ഒരുമിച്ചുള്ള 5ാമത്തെ സിനിമയാണ്. ഞാൻ രഞ്ജിനോട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുകയാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കഥകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. നല്ല കാര്യം ഇവിടെ താങ്ക്സ് പറഞ്ഞല്ലോ. എനിക്ക് പോലും ഫീൽ ചെയ്ത സാധനം ഇന്ന് സിനിമ കണ്ടപ്പോൾ അമ്മ ഇമോഷൻ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് നമ്മുടെ ചെവിയിലേക്ക് ആഴത്തിൽ പറ്റി ആ പാലത്തിന്റെ മുകളിൽ നിൽക്കും മറ്റു വണ്ടികൾ പോകുമ്പോൾ ആ സൗണ്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിലൊരു ബീറ്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ വണ്ടി നമ്മൾ ആ പാലത്തിൽ നിൽക്കുന്ന പോലെ തോന്നിച്ചത്. അത്രയും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയിൽ. അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്കായിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ കൂടെ ത്രില്ലർ പടം തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. കട പറഞ്ഞ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. പിന്നെ 10 ആള് ചെയ്തു, നൈറ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡൈനാമിക്സ് എന്തായാലും എനിക്കറിയാം. അവൻ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാൻ പറ്റാറുണ്ട് ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന കാര്യം. അപ്പോൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര
എനിക്ക് ഒരു എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യുബിൾ ആയിട്ട് ഞാൻ വിഷ്ണുവോടും പറയാറുണ്ട്. കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സമയം കിട്ടി, ഒരു 2-2.5 മാസത്തോളം സമയം കിട്ടി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചില എറേഴ്സ് മാറ്റാനും ചിലത് റീതിങ്ക് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഞാനിന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ ഒന്നും സംസാരിക്കില്ല. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടേക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു സിനിമ ആയതുകൊണ്ട് വളരെയധികം കഷ്ടം ഞാൻ പണിയെടുത്ത് ചെയ്തൊരു പടമാണ് ശ്രീബാല. നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം സൈക്കോളജിക്കലിയാണ് ഈ പടം ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ സൗണ്ട് കൊണ്ട് ഞെട്ടിപ്പിക്കാനോ ആരും കേൾക്കാത്ത ടോൺ കൊണ്ട് ഞെട്ടിപ്പിക്കാനോ ഒന്നും പറ്റുന്നൊരു പടമല്ല. ഇത് ഇമോഷനാണ്. ആ ഇമോഷൻ്റെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് ഒരു ലെയറായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉത്തരവാദിത്വം. അതൊരു പരിധിവരെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിന്ന് കാണാൻ പറ്റി എൻ്റെ സിനിമ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ എറേഴ്സ് മാത്രമാണ് കാതിൽ കേൾക്കുക തിയേറ്ററിൽ. പക്ഷെ ഞാനിന്ന് എൻ്റെ സിനിമയെന്നൊക്കെ മറന്ന് ഇമോഷൻ എനിക്ക് കിട്ടി. ഞാനും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് കിട്ടുന്ന മെസ്സേജസും എനിക്കത് മനസ്സിലായി. ഇപ്പം ഈ ചോദിച്ച ഹൈദരൊക്കെ ചോദിച്ചതിന് അതിനൊരു വലിയൊരു നന്ദി രാജാകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് പറയാനുണ്ട്. MR രാജാകൃഷ്ണൻ ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റിനേക്കാളും ഉപരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് MR രാജാകൃഷ്ണൻ. അപ്പോൾ രാജേട്ടനാണ് മാളികപ്പുറമൊക്കെ വർക്ക് ചെയ്തത്. മാളികപ്പുറത്തിൻ്റെ ഫോർമാറ്റ് എന്താ നിങ്ങൾക്കറിയാം, വളരെ ലൗഡ് മ്യൂസിക് ആയിരുന്നു. ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ലൗഡ്നെസ് അതിലുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു പേസിലും ഡൈനാമിക്സിലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെന്നുള്ളതാണ്. ഒരു പൊടിക്ക് മേലെ ഒരു പൊടിക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ് ആസ് എ മ്യൂസിക് കമ്പോസർ എന്ന് തീർത്തുന്നുണ്ട്. ഒരു മിനിറ്റ് ചേട്ടാ, റിയാലിറ്റി ഷോ പ്രൊഡക്റ്റ് ആണല്ലോ ചേട്ടാ. അപ്പോൾ ആ ഒരു ജേർണി ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ജേർണി എന്താ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി യു ആർ എ ഗുഡ് സിംഗർ ഓൾസോ. മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു പാടുന്ന സമയത്തും എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ റിയാലിറ്റി ഷോയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജഡ്ജസിനൊക്കെ അത് അറിയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ട്രാവൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പം പണ്ടത്തെ ആ റിയാലിറ്റി ഷോ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നീ എന്ന് പറഞ്ഞത് സംഭവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചത് തന്നെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത്. ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അഭിലാഷിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഫോർമലായിട്ട് ആദ്യമായിട്ട് അഭി സംസാരിക്കുന്നത്. താങ്ക് യു കിട്ടി. എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് ഒരു പാട്ട് പാടാനുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് TV-യിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ളൊരു സിനിമ അതിൽ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. മനസ്സിലാക്കിയ ചോദ്യം ആക്കി ചോദിച്ചാണല്ലോ. അത് അഭിലാഷാണ് മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ പറഞ്ഞ ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ഇങ്ങനത്തെയൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും. കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം സമയമായി. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാൽ എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. ചെയ്യുന്ന കഥാപാത്രം വളരെ സത്യമായിട്ട് ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ ഹോസ്റ്റലാണ്.
അപ്പോൾ അവസാനം വരുന്ന സെക്കൻഡ് പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഏറ്റവും കൂടുതൽ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നുകൂടെ അടുത്ത എന്തെന്ന് കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഇതുണ്ട്. പോസ്റ്ററിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, പ്രേക്ഷകർ ത്രില്ലടിപ്പിക്കുന്ന അടുത്തത് എന്ത്, ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഇനി ഓസ്റ്റർ 2 വരുമ്പോൾ അതിനകത്ത് ആ കഥാപാത്രത്തിന് വേറൊരു മുഖം എനിക്ക് കാണാറുണ്ട്. അവന്റെ ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ചെയ്യണ സമയത്ത് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അപ്പൊ അതില് നീ ആയിരിക്കും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവില്ല ലാസ്റ്റ് അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാണ് ഇപ്പം എഴുതിയൊക്കെ വരുമ്പോ അങ്ങനെ വേണ്ട വേറെ ആളാക്കാൻ നടക്കിടയില്ലേ. അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചു, ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായത് ഉണ്ടാവായിരിക്കും. ഞാൻ സത്യം പറഞ്ഞ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്, ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്നു. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഹോസ്റ്റലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം ബാക്കി എല്ലാവരും 3 ദിവസം 4 ദിവസം പതുക്കെ ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതിയിൽ സമയമില്ല. ട്രാക്കിലാകുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പോൾ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്. എന്തോ അതിലൊക്കെ ബ്രഹ്മയുഗത്തിലും മമ്മൂക്കൊപ്പം നിൽക്കുന്നതിന്റെ ദേവൻ തോന്നിയ കഥാപാത്രം എല്ലാവരുടെയും മനസ്സിലാഴത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടാണ് എല്ലാ മൂവിയിലും ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ത്രൂ ഔട്ട് ടൈറ്റിൽ റോളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് ഏത് കഥാപാത്രം ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്? എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു കഥ ഒത്തു വന്ന ക്യാരക്ടർ അതിന്റെ രീതിക്ക് വന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി അഭിലാഷ് ചേട്ടനും ചേട്ടനും പിന്നെ എൻ്റെ ചേട്ടനെ കുറിച്ച് ഓൾറെഡി ഒരു കമ്മിറ്റി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതിൽ വന്ന് കഥ കേട്ടു, ഈ ഒരു ജസ്റ്റ് 1 ലൈനിൽ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇതാണ്, കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനത്തെ ഒരു അമ്മ മകൻ ചെറിയൊരു ഫാന്റസി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതൊരു ത്രില്ലർ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും, പുതിയൊരു രീതിയാണല്ലോ, പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് മെത്തേഡാണ് ഈ പടത്തിൽ. ഈ ആനന്ദ് ശ്രീബാലയുടെ ആനന്ദായിട്ട് ഭയങ്കര ലോ പേസിൽ പോകുന്ന. അപ്പോൾ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ പറഞ്ഞാൽ അത് നന്നായി വന്നിട്ടുണ്ട്. കാരണം പടം കണ്ടവർക്കറിയാം അമ്മയുടെ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോൾ അതെപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ ലോ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഏത് പടമാണേലും ഏത് പടത്തിൽ ഇപ്പൊ ക്യാമിയോ റോളിൽ വന്നാലും അർജുനേട്ടനാണ് അതില് സ്റ്റാർ ആവുന്നത്. എല്ലാം പറയാൻ കുഴപ്പമില്ലാണ്ട് പടങ്ങളൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല. അല്ല, അപ്പൊ ഇതും പ്രേക്ഷകരെ മാളികപ്പുറത്തെ പോലെ തന്നെ 100 ദിവസത്തിലപ്പുറമൊക്കെ പോകുന്ന നമ്മളെല്ലാ പടവും ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങൾ ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ വേറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം വർക്കാതായി പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നത്. നമുക്കറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കാം. അപ്പൊ ഇത് ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് കഴിയുമ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. ചേച്ചി പറഞ്ഞ പോലെ 3 ദിവസം ഓടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഡേ 1 ആയിട്ടുള്ളൂ, ഇടയ്ക്കുണ്ട് 99 ദിവസം നോക്കാം. പറയുന്ന ഒരു കാര്യമുണ്ട്, റേറ്റിംഗിന് വേണ്ടിയാണ് മീഡിയാസ് റേറ്റിംഗിന് വേണ്ടിയാണ് ഒരു വാർത്തയ്ക്ക് പിന്നിൽ പോകുന്നത്. റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു, ഇവരുടെ സ്റ്റോറി പറഞ്ഞു പോകുന്നു. അത്ര ഒരു മത്സരം ചാനൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ വാർത്തകളും. ഇല്ലേ, അത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. റേറ്റിംഗ് എന്നല്ല, എപ്പോഴും നമ്മൾ നമ്പർ വേണ്ടി മത്സരിക്കുന്നതല്ലേ. എല്ലാ ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളവും ടിആർപിയൊക്കെ കയറത്തുള്ളൂ. എന്നോട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് ചേട്ടാ, കേരളത്തിലല്ലേ, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ, അവിടെയൊക്കെ ടിആർപി റേറ്റിംഗിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു, ആര് അതിന്റെ ജെന്യൂനിറ്റി നോക്കുന്നുണ്ടോ എന്നൊക്കെ സെക്കൻഡറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ്? ഇതാണല്ലോ
കാരണം എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 1-2 ചാനൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പഠിച്ച കാര്യം പറഞ്ഞാണ്. ആ സമയത്ത് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടുത്തെ പല VIPസിന്റെയും എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ എയർ ചെയ്യാനുണ്ട്. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് ഹൈദർക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ചാനൽ വർക്ക് ചെയ്ത ആളാണ്. ഇതങ്ങനെയാണ്. അയാളെന്താന്ന് പറയില്ല. അല്ല, കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആരാദ്യം റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അപ്പൊ അത് ചാനലുകളിൽ നടക്കാറുണ്ട്. ഈ മത്സര ബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്രയാണ്. നമുക്ക് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു കേട്ടു, നമുക്കൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകില്ല, പിന്നീട് അതിനോട് അനുസരിച്ച് തന്നെ അന്വേഷണത്തെ ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമ്പകളുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഒരു ഊഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ മിഷേലിന്റെ കേസാണെങ്കിലും അവിടെ വെച്ച് നിൽക്കുന്നു, പിന്നെ അടുത്ത കേസ് വരുമ്പോൾ റിപ്പോർട്ടർ വേറെ കേസിലേക്ക് പോവാണ്, അവിടെ വെച്ച് നിന്ന് പോകുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരം ഒരു തോന്നലിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടതല്ലേ ഈ മാധ്യമങ്ങൾ? ചേട്ടാ, തീർച്ചയായിട്ടും നിങ്ങളത് ചിന്തിക്കണ്ടേ, ഞാനാണോ? അല്ല, അത് നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ മാറാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും. അതങ്ങനെയാണല്ലോ. അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല, അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. കാരണം പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കയറി നിന്നിട്ട് പെട്ടെന്ന് ഈ വാർത്ത തന്നു വേറൊരു വാർത്ത കയറിയത്, അപ്പോൾ മറ്റേ വാർത്തകൾ താഴെ പോകും. ഇത് സ്വഭാവമായിട്ട് അങ്ങനെ. ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവർ എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം സിനിമയെ പറയും, അപ്പോൾ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഇതൊന്നും താക്കടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് ഇതിവിടെ നടക്കുന്നതല്ലേ, ഇത് എന്നെയും കൊണ്ട് ഇവരെയും കൊണ്ടും പറയിച്ചിട്ട് നാളെ ആനന്ദ് ശ്രീവാല ടീം വിമർശിച്ചെന്ന് പറയാനല്ലേ? ഇല്ല, ആ പരിപാടിക്കില്ല. അല്ല, നടക്കുന്നുണ്ട് കളി. ഇതില് അർജുന്റെ കഥാപാത്രം അജിച്ചന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിനക്ക് മറ്റേ അയാളോടുള്ള ദേഷ്യമല്ല, ആദ്യം അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതെനിക്ക് തെളിയിക്കാനുള്ള ഒരു ഭാഷയെന്ന് പറയും. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാധ്യമപ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിന്റെ പുറകെ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജെനുവിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും? അതെന്തായാലും വളരെ കുറവേ കാണുന്നു. കഴിഞ്ഞാൽ പോലും അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. പക്ഷെ അപ്പോഴും പല സമൂഹം ഫേസ് ചെയ്യുന്നുണ്ട്, മീഡിയയോടെ വരുന്നില്ല. സമൂഹം അവരെ ഫേസ് ചെയ്യുന്നത് പുറത്തു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് കളിയാക്കലാവാം, അപമാനമാവാം, അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് പല ഐഡന്റിറ്റി ക്രൈസിസ് കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ട്. ഇവന്തോ നിരപരാധികളാണെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഒരു മാറ്റമൊന്നും സംഭവിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയാണ് ഭായി. കേരളം എന്നല്ല, ഏത് രാജ്യത്താണ് ഇത് അങ്ങനെയാണ്. അതിന് ഒരു പേരും വിളിക്കും, സിസ്റ്റം. അത്രേ ഉള്ളൂ. അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഒരു കേസിലൊരു പ്രതി അകപ്പെടുന്നു, ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയുന്നത് കോടതിയിൽ നിന്നാണ്, തെളിവുകളടക്കം. പക്ഷെ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രതിയാണ്. ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ്. അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം, ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് ഇത് ഉത്തരവുത്തപ്പെട്ടു. നാളെ ഇത് തെളിയുന്നത് ആരും അറിയുന്നില്ല. നാളെ ഈ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ചെയ്തതൊന്നും ആരും അറിയുന്നില്ല. വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ്, പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തലയിൽ വരും. ഞാനല്ല എന്തായാലും സിസ്റ്റം മാറ്റുന്നത് പബ്ലിക് ചോദ്യം ചെയ്യണേക്കുക. ചോദ്യം ചെയ്യാൻ തരുമ്പോൾ എത്ര പബ്ലിക് ഉണ്ട്, എത്ര പേര് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ, തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിന് മാറ്റം വരാനൊക്കെ അറിയില്ല, പക്ഷെ പുനർചിന്ത ഉണ്ടാവണം. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയാൽ അത് ചിലപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ചെയ്യുന്നത് തെറ്റാണെന്നും പിടിച്ചാൽ ഇത്ര ശിക്ഷയേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടുമാണ് ഓരോ തെറ്റ് ചെയ്യുന്നത്. പണ്ട് തൊട്ടുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ തെറ്റ് ആ കാലത്ത് ഇതിന് ശിക്ഷ കൊടുക്കുമ്പോൾ അത് മാറുമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ്. അതേ ശിക്ഷനെ ഫോളോ ചെയ്ത് ഇന്നും ചെയ്താൽ ഇത്ര ഉള്ളൂ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിയമത്തിലുണ്ടാകുന്ന ഒരു കുറുപ്പൊഴിയല്ലേ അത്. ആ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? അതാ പറഞ്ഞത്, അത് മാറുക എന്ന് പറയുന്നത് ചെറിയ പ്രോസസ് അല്ലല്ലോ. ഇപ്പൊ നമുക്ക് നിയമവ്യവസ്ഥിതിയിൽ ഒരു കുറ്റം ചെയ്താൽ ഇത്രയാണ് ശിക്ഷ എന്നുള്ളത് നമുക്കറിയാം. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള അതിന്റെ സബ് വകുപ്പുകൾ എന്തൊക്കെയാണെന്നും പബ്ലിക്കിന് അറിയാൻ പറ്റും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് കുട്ടിക്കും കിട്ടും. അപ്പൊ ഒരു തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നും ആ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നും നമ്മുടെ ലീഗൽ
പോയിന്റ്സിലൂടെ നമുക്ക് അറിയാം. അപ്പം പിന്നെ ഇത് എനിക്കറിയില്ല ഇത് എന്ത് മാറ്റം വരാൻ പോകുന്നത് എനിക്കറിയില്ല. മാറ്റം വന്നാൽ സന്തോഷം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഡയലോഗ് തന്നെ പറയുന്നുണ്ട് ഒരുപാട്. ഒരു ഫ്ലോ ഷോട്ടിലൊരു ആക്ടർ കരയുക, ആ കരച്ചത് അതേപടി പ്രേക്ഷകർ ഫീൽ ചെയ്യിപ്പിക്കുന്നത് വലിയ പാടുള്ള പണിയാണ്. അത് അതിന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനെ കുറിച്ച് അറിയാൻ പറഞ്ഞു. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത മഴയുടെ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര കാര്യമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സീൻ വർക്ക്ഔട്ട് ചെയ്ത് ഇമോഷനെ കുറിച്ച് അത് വർക്ക്ഔട്ട് ചെയ്തെന്ന് വെച്ചാല് ബേസിക്കലി എന്നെ അതിൽ ഏറ്റവും കൂടി സപ്പോർട്ട് ചെയ്ത രഞ്ജൻ ചേട്ടൻ മ്യൂസിക്കാണ്. കാരണം നമുക്ക് ആ മ്യൂസിക് നിങ്ങൾ കണ്ട പടത്തിൽ ടൈലൻഡ് നമ്മൾ ആദ്യം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാനും ചേച്ചിയും നിൽക്കുമ്പോൾ സംഗീതം കൂടെ നിൽക്കുമ്പോൾ ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടിയോ ഓൾറെഡി. പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അഭിലാഷ് ചേട്ടാ ഈ ഷോട്ടിന് കൂടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്താൽ ഭയങ്കര, കാരണം ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണൽ നമ്മൾ കണക്റ്റ് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. പിന്നെ എങ്ങനെയൊക്കെ അഭിനയിച്ച് പിന്നെ സംഗീത ചേച്ചിയിലൂടെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിലെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടത്തിന് കണ്ണോട്ടം അറിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് സിങ്കായ ഒരു മാമായിട്ട് ഭയങ്കര സിങ്കായി. അപ്പൊ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. വിനയൻ സാർ എന്ന് പറഞ്ഞു, വിനയൻ സാറിന്റെ പേര് നിലനിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വിനയൻ സാർ അത്ര നല്ല സിനിമ ചെയ്തു വന്നാൽ വിനയൻ സാറിന് കയ്യിൽ പത്രമായിട്ടുണ്ട്. എന്താണ് സാർ പറയുന്നത്? അച്ഛൻ സിനിമ ഇറങ്ങിയതിനു ശേഷം തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളൊരു ഇൻഹൗസ് റിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്, ധൈര്യമായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചോ അതിൻ്റെ മേന്മകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോയിട്ടില്ല, പക്ഷെ ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു ചുരുക്കം അതായിരുന്നു. അച്ഛൻ്റെ കൂടെ ഡയറക്ഷനിൽ പോയിട്ടുണ്ട്, പല സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഭിനയിക്കുന്ന സിനിമയിലാണ് അച്ഛൻ്റെ കൂടെ ഇരുന്ന് സ്ക്രീനിൽ ഇരിക്കുന്ന കാണാറുള്ളത്. അച്ഛനിൽ നിന്നും പഠിച്ച ഒരു പാഠം ഈ സിനിമയ്ക്ക് എത്രമാത്രം ഉപകാരമായി? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ അച്ഛൻ്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ആൾക്കാർ നിൽക്കുക, നമുക്ക് ഇങ്ങനെ ഇമീഡിയറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ള ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നിയത്. എനിക്ക് അപ്പോഴിപ്പോൾ നേരത്തെ ഒരു ചോദ്യം വന്നു, അച്ഛൻ്റെ ഒരു ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക, അതൊരു വല്ലാത്ത ഒരു ഭയങ്കര പരിപാടിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ ആധികാരികമായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 ഷോ കഴിഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട്. ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യുക, നാളെ എങ്ങനെയാണ്, അതാണ് എനിക്ക് എപ്പോഴും ഉള്ള ടെൻഷൻ. ആ ടെൻഷൻ അപ്പുറത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഞാൻ അച്ഛൻ്റെ സെറ്റുകളിൽ പോയി നിന്ന് എനിക്ക് കിട്ടിയ ഗുണം അതാണെന്നാണ് ഞാൻ. അച്ഛൻ്റെ സിനിമ കഴിയുമ്പോഴും അച്ഛനും മോനും എഴുതാണ് സിനിമ ഓരോ ഷോ കഴിയുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും ഇന്ന് രാത്രി അച്ഛനും മോനുമായിട്ടുള്ള ചർച്ചയല്ല. അല്ല, സിനിമയെ കുറിച്ചിട്ട് ഇനി അധികം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. സിനിമ നമ്മൾ പ്രേക്ഷകരിലേക്ക് സിനിമ അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അത്തരം ചർച്ചകളുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ടും അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ്റെ വിലക്ക് തീരുന്നതിന് മുന്നേ കൂടെയുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധമാണ്. ഞങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, അച്ഛൻ്റെ സിനിമകളാണെങ്കിലും എൻ്റെ സിനിമകളാണെങ്കിലും. അപ്പോൾ ആ ചർച്ചകൾ നിരന്തരം, അത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും സംഭവിക്കുന്ന ചർച്ച. മലയാള സിനിമയിൽ നല്ല നല്ല റൈറ്റേഴ്സിനെ പുറകോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സിൽ ഒരാളെന്ന് പറഞ്ഞാൽ താങ്കളുടെ പേരാണ്. അഭിലാഷ് എന്നാൽ പിന്നെ സിനിമ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ പ്രതീക്ഷിച്ച് നമുക്ക് പോകാം എന്നൊരു ബ്രാൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ആ ബ്രാൻഡ് നിലനിർത്താൻ കഷ്ടപ്പെടുന്നുണ്ട്? അല്ല, ഓരോ സിനിമ കഴിയുമ്പോൾ മാളികപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് മാളികപ്പുറം വിശ്വസിച്ച ഓഡിയൻസ് അടുത്ത സിനിമ കാണാൻ വരുമ്പോൾ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പം ഓരോ സിനിമകളും തമ്മിലുള്ള ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത്. കാരണം ഒന്ന് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആഗ്രഹമാണ് അങ്ങനെ നിലനിർത്തണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ റൈറ്റേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച
റൈറ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ്. എത്രയോ പ്രഗത്ഭരായ ആളുകൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സിന് ഒരു പക്ഷേ നമ്മുടെ ആയിരിക്കും. അപ്പം ഒരാള് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്. ഓരോ സിനിമ, ഇപ്പോൾ അടുത്ത സിനിമ ഈ വരുന്ന 30-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോവാണ്, സുമതിയോളം മാളിയപ്പൻ ടീമിന്റെ. അപ്പം അടുത്ത ടെൻഷൻ അതാണ്. അപ്പം ഇനി ഇതിന്റെ ഈ കിട്ടിയ പേരിന്റെ മുകളിലേക്ക് ഇനി അത് കൊണ്ടുപോകണം എന്നൊരു സംഭവം ടെൻഷനാണ്. അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഈ കുട്ടി മലയാളികളുണ്ടോ? തമിഴത്തിനൊന്നുമല്ല. ഞങ്ങൾ അതിനൊരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാളവികയിലൂടെയാണ് ഒരു യാത്ര ഈ സിനിമ. സിനിമയുടെ യാത്ര അങ്ങനെയാണ് പോകുന്നത്. നല്ല ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് അതിനകത്ത് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ഈ യാത്ര? പല സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് മൂവി കാണുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കുറെ വിക്ടിംസ് ഉണ്ടാവാം ചിലപ്പോൾ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് അപ്പ നമ്മളെ പാരന്റ്സിനെ കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ അവരെത്ര അത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലൈക്ക് എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഇന്ന് കണ്ടപ്പോഴും ഞാൻ ഇമോഷണൽ ആയത് അതിനാണ് കൂടുതൽ എനിക്ക് ഫീൽ ആയത്. അതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ നല്ല ടീമാണ്. സോ ഞാൻ ഹാപ്പിയാണ്. മൂവി ഔട്ട്കമ്മിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. മ്യൂസിക്കിനാണ് ഈ പ്രാധാന്യം. ആ പണ്ടത്തെ കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്കാണ് ചേഞ്ച്. അതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? സോക്രട്ടീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ബിക്കോസ് കുറേ വർക്ക് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഒരു പീരീഡിൽ ഇത് ഫിക്സ് ആയപ്പോൾ അഡാപ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ. പിന്നെ അതാണ് ഈ അമ്മയായിട്ട് കുറെ റോള് ചെയ്തത്. ഇതിലൊരു അമ്മ എന്നൊരു ഇമോഷൻ വലുതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ, അമ്മ എന്നൊരു കഥാപാത്രങ്ങൾ ഇനിയും സിനിമ തേടി വന്നാൽ എങ്ങനെയായിരിക്കും? അങ്ങനെയല്ല, ഞാനൊന്നും കുക്കപ്പ് ചെയ്യുന്നില്ല. എല്ലാം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവര് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഒരു വെറൈറ്റി ഫീൽ ചെയ്താൽ ചെയ്യുന്നത്. അമ്മയോ ചേച്ചിയോ 15 ഇയേഴ്സിൽ ഞാനൊരു 4 വയസ്സ് കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു തമിഴ്. ആദ്യം മൈ ഫസ്റ്റ് മൂവി. അപ്പൊ അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടണം. ഈ സിനിമയുടെ ലൊക്കേഷൻ വന്നപ്പോഴാണ് ശ്രീനിച്ചേട്ടനെ കാണാൻ പോയത്. ഞാൻ ശ്രീനിച്ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന മുഹൂർത്തമായിരുന്നു എന്റെ സംഗീത, എന്റെ ചിന്താവിഷയ ഷാമളെ കാണാൻ പോകുന്നത്. എന്റെ ഇന്റർവ്യൂലാണ് പറയുന്നത്. എന്റെ ഷാമള മാത്രമേ എന്നെ തേടി വന്നെന്ന് ഇമോഷണൽ ആയിട്ട് എന്നോട് പറഞ്ഞത്. എന്തായിരുന്നു അന്ന് കാണുമ്പോൾ? അത് പിന്നെ സാർ അത് പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ശ്രീനി സാർ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റസ്റ്റ് പേഴ്സണാണ്. പ്രൊഫഷണലി അതും ഞാൻ ഇത്രയും അധികം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടില്ല. ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീനി സാറാണ്. അപ്പം അത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ടു. അപ്പോൾ സാറിനെ ഞാൻ പോയിട്ട് കാണുന്നത് വളരെ കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം അഭിലാഷോട് പറഞ്ഞു, ലാസ്റ്റ് ഷൂട്ട് എൻ്റെ ലാസ്റ്റ് ഡേ എന്ന്, എനിക്കൊന്ന് സാറിനെ ഒന്ന് കാണണം, ഒന്ന് ധ്യാനോട് ചോദിച്ച് പറയണം. അങ്ങനെ പോയതാ. അതെനിക്കറിയില്ല. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ എനിക്ക് ശ്രീനി സാറിനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ജനറലി നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഖമില്ലാതെ കാണാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫീൽ. പക്ഷെ അന്ന് പോയപ്പോൾ എപ്പോഴും പറയുന്ന എന്ത് യൂഷ്വൽ ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഭയങ്കര ഹാപ്പി. രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രീനിവാസൻ ഇല്ല, നമ്മള് ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം നോർമലി ചെയ്യാത്ത ഒരു പേസിലും ഒരു താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ചിലപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്നുണ്ടാവില്ല, ചിലത് പരാജയപ്പെടുന്നുണ്ടാവും. അത് അങ്ങനെ ഓർത്തുകൊണ്ടൊരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല. ഞങ്ങൾക്ക് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി. അത് ഒരുപക്ഷെ സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തോന്നി ആ ക്യാരക്ടർ കൊടുത്ത്.
അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം എനിക്കും അഭിലാഷമില്ല. അല്ല, അതൊരു വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ഇപ്പൊ ചർച്ച നടത്തുന്നത്. ഇപ്പൊ ചോദിച്ചത് സീരിയസ് മാറ്റല്ല, സിനിമാ ഗ്രൂപ്പ്, ആ വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നതും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പല കമന്റുകളും അതിനകത്ത് വരുന്നുണ്ട്. അതാ ചേട്ടാ, ഒരാളൊരു പോസ്റ്റ് ഇട്ട് അതിന്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. അല്ലാതെ ഇത് ആരും മനസ്സിൽ നിന്ന് പറയുന്നതല്ല. അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും. പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പോഴാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഈ ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കും. അപ്പൊ ധ്യാനിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിന്റെ പടം ഇറങ്ങുന്നു. അപ്പൊ ഇത് ആ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ ഇടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമന്റ് അതിൽ കൊണ്ടിടും. ഒരുത്തരം അതിനകത്ത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ്, ധ്യാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയും ധ്യാൻ നല്ല നടൻ തന്നെയാണ്, ധ്യാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ധ്യാന്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. എല്ലാം ഒത്തുവരുന്ന സിനിമ വരുമ്പോൾ ഉറപ്പായിട്ടും ധ്യാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും. എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ്, ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാൻ ഇവിടെ ഹിറ്റ് കൊണ്ടുവന്നിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ വിചാരിക്കും അയാള് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറകെ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് ഒരു ബുദ്ധിപൂർവ്വമില്ല. അയാൾ ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത്, റിസൾട്ട് എന്താണെന്നുള്ളത്. ചിലപ്പം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അതിന്റെ. ഞാൻ ഈ 2 ദിവസം മുന്നേ ചെന്നൈ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് എൻജോയ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു, നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത്, നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവൊക്കെ എടുത്താന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാനം കേട്ട സബ്ജക്ട്, ഞാൻ 2 പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ അടുത്തില്ല. ആ 2 പ്രൊജക്ട് എനിക്ക് പ്രോമിസിംഗ് പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് 2 പ്രൊജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും. കാരണം ധ്യാനിന്റെ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്നു സർ റൈറ്റർ, ഞാൻ പറയുന്നു എനിക്കൊരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആളെന്ന്. സീരിയസ്ലി ധ്യാനം വെച്ചൊരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം അയാൾ എനിക്ക് ഇഷ്ടമാണ്, അയാൾ നല്ല നടൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റുകൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് ഈ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത്. ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക, അത് അടിപൊളിയായി കളിക്കുക എന്നുകൊണ്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴെ കാണും നീ ആരുടെ പറയാന്ന് ചോദിച്ചിട്ട് കുറെ പോസ്റ്റുകൾ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കൈയടി കിട്ടും, പക്ഷെ കിട്ടുള്ള ചിന്തയാണ്. ഇതൊന്നും സ്റ്റേബിൾ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ അഭിലാഷ് ചേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ആനന്ദ് ശ്രീബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കങ്കോ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. അപ്പം ഇപ്പം ശിവ സാറ് ചെയ്യുന്ന ഒരു സിനിമ ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. ഈ കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളെ ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല, എന്താണ് നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ രീതിയിൽ. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോൾ ഒക്കെ വളരെ പ്രശ്നമില്ല. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമൊന്നും കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ്. ഇത് വെച്ച് ശരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിന് അദ്ദേഹത്തിനൊപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്, മാളിപ്പുറം വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര വേറൊരു ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ. എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇനി അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തായാലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ ഇത് കങ്കോയുടെ ലാഷം അല്ല. നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ചെയ്യണം എന്നത് കാണണേ. തിയേറ്റർ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇത് വെച്ചിട്ട് നാളെ സ്ക്രീൻസിന്റെ എണ്ണം കൂടുതലാണ്, ഷോസിന്റെ എണ്ണം ഇനിയും കയറുകയാണ്. അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടിരുന്നതൊക്കെ 2 സ്ക്രീനുണ്ട്, സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്നത് സിനിമകൾ നാളെ തൊട്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പം ഈ വന്നേക്കുന്ന മീഡിയാസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്,
നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.